ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഞാൻ അധികം ബീഫ് റെസിപ്പീസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ നാളായി ബീഫിൻ്റെ റെസിപ്പി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ സിമ്പിളായിട്ട് ബാച്ചിലേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നാടൻ രീതിയിലുള്ളൊരു ബീഫ് കറി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ എല്ലില്ലാത്ത ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യുള്ള കഷ്ണങ്ങളാണ് ഈ ഒരു ബീഫ് കറിക്ക് ഏറ്റവും നല്ലത്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതാ ആദ്യമേ തന്നെ നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റായിട്ട് ടെൻഡറായിട്ട് കിട്ടും. ഇത്രയും ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് ബീഫ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കൈ ഉപയോഗിച്ച് ഞാൻ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല. നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം കുക്കറിൽ നമുക്ക് എത്ര വിസിൽ വേണമെന്ന് തീരുമാനിക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഫ് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ടെൻഡറായിട്ടുള്ള ബീഫാണ്. അതുകൊണ്ട് ഞാനിത് പ്രഷർ കുക്കറിൽ ഒരു 3 വിസിലിനാണ് വേവിച്ചെടുക്കുന്നത്. ബീഫ് വേവിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുക്കറിനകത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാനിത് വേവിച്ചതിന് ശേഷം കാണിക്കാം. നമുക്ക് ബീഫ് വേവുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 3 സവാള നീളത്തിലരിഞ്ഞത്, അതുപോലെ ഒരു 15 അല്ലി ചെറിയ ഉള്ളി, വളരെ ചെറിയ ഉള്ളിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ബീഫൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് എപ്പോഴും ചെറിയ ഉള്ളി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ബീഫ് റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെറിയുള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. നീളത്തിൽ കീറിയ 2 പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, ഇത്രയും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് മാത്രം ഇപ്പോൾ ചേർക്കാം. നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വാടി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർക്കാവുന്നതാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ്. ഇത്രയും മാത്രമാണ് നമ്മളിതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം പെരുംജീരകം ചെറുതായിട്ടൊന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഈ പെരുംജീരകം ആദ്യമേ തന്നെ എണ്ണയിൽ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ അതിലേക്ക് ചേർത്തോ. നല്ലൊരു ഫ്ലേവറാണ് പെരുംജീരകം ചേർത്ത് കഴിയുമ്പോൾ. നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് അതിൻ്റെ മണമൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ബീഫ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കണ്ടല്ലോ, ഇപ്പോൾ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു പെരളൻ പാകത്തിന് ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ബീഫ് മസാലയിൽ ഒരു 10 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തായിരുന്നു. കുറച്ച് നേരം അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. ബീഫ് പാകത്തിന് വെന്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മസാല അതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും
പറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കുറച്ച് ഗ്രേവി ആക്കി എടുക്കാം. കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഒരല്പം പച്ചവെളിച്ചെണ്ണയും വേണമെങ്കിൽ ചേർക്കാം. നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കാം. ഇന്നത്തെ ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.